നമ്മൾ നല്ലവനാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, പിന്നെ ആരാ? ഉസ്താദന്മാരല്ല, നിന്റെ മാതാപിതാക്കളല്ല. നമ്മൾ നല്ലവനാണ് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നീ മഹറു കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? നിങ്ങൾ മിണ്ടൂല. ആര് പറയണം? ആര് പറയണം? എടാ നാട്ടുകാര് വൈലത്തൂര് മൊത്തം നീ നല്ലവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കൂടെ കടക്കുന്ന നിന്റെ പെണ്ണും പിള്ള പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹുടെ മുമ്പിൽ പറയണം, എൻ്റെ ഇക്കാന് സ്വർഗം കൊടുക്കും റബ്ബേ എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? പറയോ? നിന്റെ ഭാര്യ പറയോ നീ നല്ലവനാണെന്ന്? ലോകത്താരെ കുറിച്ച് വേണമെങ്കിലും ഓള് പറയും, നിന്നെ കുറിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം നിന്റെ സർവ്വത്തരികടെ അവക്കറിയാം. നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. നീ കതറ് വിട്ട് തങ്ങളോ പോലെ തുപ്പിയും വളർത്തി താഴിയും വളർത്തി ഇറക്കണം നിന്റെ ഗുണം, നിന്റെ സ്വഭാവം നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഓക്കല്ലേ അറിയാം. എടാ ചങ്ങായി, നീ സ്വർഗത്തിൽ പോണെങ്കിൽ ഓള് വിചാരിക്കണം. ഭർത്താവ് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും വഴുത് കഴിഞ്ഞ് പോവാ. എന്റെ ഭാര്യയോട് പറയും, കണ്ടോടി ഉസ്താദ് പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് പോകാൻ പറ്റൂ. എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടക്കണോടി. ഭർത്താവ് പറയാ. എന്നിട്ട് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു, എനിക്ക് അത്രയ്ക്കും പവറാ. ആരാ പറയണേ? പേവെള്ളം അടിച്ചിട്ട് ഓടെ കിടക്കുന്നവൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാരാ പറയണേ? മുതുകുടിയൻ, എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണുപിടിയൻ, കഞ്ചാവടിക്കുന്നവൻ. അവനാ ഭാര്യയോട് പറയുന്നത്. എന്റെ പൊന്നാര സഹോദര, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓള് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, ആദ്യമായിട്ടാ ഒരു ഉസ്താദ് ഇങ്ങനെ പറയണേ. സാധാരണ വരുന്നവർ മുഴുവനും ഞങ്ങളെയാ പറയാറ്. ഇതിപ്പോ എന്താ ഒരു വെറൈറ്റി ഇല്ല. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അവരൊന്നും പറയാൻ പറ്റൂലല്ലോ. അവരൊന്നും പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ നല്ലവനാണ് എന്ന് നമ്മുടെ ഭാര്യ പറയണം. അങ്ങനെ പറയണമെങ്കിലോ നമ്മൾ നല്ലവരായിരിക്കണം. നമ്മൾ നല്ലവരായിരിക്കണം. അവളോട് പെരുമാറ്റവും പ്രവർത്തനവും എല്ലാം നല്ല രീതിയിലായിരിക്കണം. അവരോട് പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായാൽ നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അതാ പഠിപ്പിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്താ പറയേണ്ടത്? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്താ? അൻവരി ഉസ്താദ് മാഷാ അല്ലാഹ് ആദ്യമായിട്ടാ ഒരു വാഴനെ കൈ കിട്ടണേ. ഞങ്ങളൊക്കെ ഒരു ദിവസം അപ്പുറം ഇപ്പുറം പ്രസംഗിച്ചു പോകുന്ന ആളാ. ഞാൻ ഉസ്താദിനെ നമ്മുടെ 100ാം വാർഷികത്തിന്റെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയിൽ ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങളുടെ ജില്ലയിൽ സ്വീകരണത്തിൽ വെച്ച് കണ്ടു. അൽഹംദുലില്ലാ. അപ്പൊ അൻവരിയിലൂടെ നീ നാടിപ്പം നല്ല അറിയുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഒരുപാട് കാലമായി ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് കയറി വന്നപ്പോൾ ഉസ്താദ് ഉപ്പാടെ കാര്യം പറഞ്ഞു. ഉപ്പാന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അതിങ്ങനെ തട്ടി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് നമ്മുടെ ഭാര്യ നല്ലത് പറയണം. നല്ലത് പറയണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം. നാട്ടുകാർ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? കൂടെ കിടക്കുന്നവള് പറയട്ടെ നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ നല്ലത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ആ പെണ്ണിനൊരു മാതൃകയായിരിക്കണം ഭർത്താവ്. എന്റെ ഇക്ക എന്ന് പറഞ്ഞ ഓളുടെ ജീവനാ. എന്റെ ഇക്ക എന്ന് പറയുമ്പോ ഇവിടെ നിക്കാന്നല്ലേ വിളിക്കുക ഭാര്യയെ? ഭർത്താവിന് ഇക്കാന്നല്ലേ വിളിക്കണേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ വെടികൊണ്ടതുപോലെ. ഇക്ക ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ? അല്ല, ഇക്കാന്നോ? പെണ്ണുങ്ങളെ ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. പടച്ചോനെ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനോട് ഭാര്യ പറയാ, എടാ അതിങ്ങെടുക്കടാ. ഞാൻ വിചാരിച്ചു ആരെയാ അല്ലാഹ് വിളിച്ചേന്ന്. ഭർത്താവിനെ വിളിക്കുക എടാ. പ്രേമിച്ച് കെട്ടുന്ന എങ്ങനെ എടാ വാടാ പോടാ ബന്ധമാണല്ലോ. ഭർത്താവിനോട് ഭാര്യ പറയുക എടാ ഇങ്ങെടുക്കടാന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് എന്നെയാണോ അല്ലാഹ് വിളിച്ചതെന്ന് നോക്കുമ്പോ അപ്പുറത്ത് ഭർത്താവാ നിൽക്കണം. ആലോചിക്ക്, എടാ വാടാ പോടാ ബന്ധം. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേരെ വിളിക്കും. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. നല്ലതാണോ മോളെ?
നിന്റെ ഉമ്മാടെ പേരെന്താ? നിങ്ങൾ ഉമ്മാനെ എന്താ വിളിക്കുക? എൻ്റെ വാപ്പാടെ ഇപ്പൊ എൻ്റെ പേര് സിറാജ്. എൻ്റെ മോൻ സിനാൻ എന്നെ കാണുമ്പോൾ സിറാജ് വാപ്പ എന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? ഇവിടെ ഓരോരുത്തർക്കും ഒരു സ്ഥാനവും ബഹുമാനവും ഇല്ലേ? ഉസ്താദിനെ കാണുമ്പോൾ മദ്രസയെ പഠിക്കണ ഉസ്താദ് മദ്രസയെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ഉസ്താദിനെ കുട്ടികൾ എല്ലാവരും അൻവർ ഉസ്താദെ എന്ന് വിളിക്കണോ? പേരും കൂടെ എടാ ഏതെങ്കിലും ഒന്ന് വിളിയടാ ചങ്ങായി. ഓരോരുത്തർക്കും ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. ആ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഭർത്താവിന് ചില പെണ്ണുങ്ങൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുക, എന്നാ വിളിക്കുക, പേര് പോയിട്ട് കാന്നവരും വിളിക്കൂല. പലരും ഏന്ന് വിളിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പാന്നൊക്കെയാ വിളിക്കണേ. പടച്ചോനെ ഇന്നെല്ലാം എടാ വാടാ പോടാ പേര് വിളിക്കുന്ന കാലം. അങ്ങനെ ആയിപ്പോയി. ബഹുമാനം ആദരവൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമല്ല. പരസ്പരം സ്നേഹത്തോടെ വിളിക്ക്, ബഹുമാനം കൊടുക്ക്. ബഹുമാനം കൊടുത്താലല്ലേ തിരിച്ചു കിട്ടും. മക്കൾ തന്നെ അതിനെയാണ് കണ്ടുപിടിക്കുന്നത്. മക്കൾ തന്നെ പിന്നെ കുട്ടികൾ മൊത്തം ഗെയ്സ് എന്നാ വിളിക്കും. വാപ്പാനും ഗെയ്സ് എന്ന് വേണേൽ വിളിച്ചോളെ. എന്താ അവസ്ഥ? ഗെയ്സ് എന്നാ വിളിക്കുന്ന കുട്ടികളൊക്കെ. പിന്നെ ചെറുപ്പക്കാരൊക്കെ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള വിളിയാ. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. നമ്മൾ ഈ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല വിശക്കും, ഒരു കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ വിശക്കുണ്ട്. തട്ടുകടയിൽ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ അങ്ങനെ വിളിക്കുന്ന കാലമായി. അതെങ്ങനെ? എല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ, ഈ കൊലയല്ലേ. ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഭാര്യ ബഹുമാനിക്കണം, ആദരിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. നമ്മളല്ലേ കൊടുക്കണ്ടേ? ആ പെണ്ണിന് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആദരവും സ്നേഹവും ബഹുമാനം ഒക്കെ വരും. ഓള് നോക്കുന്നില്ല ഉസ്താദെ, പരിഗണിക്കുന്നില്ല ഉസ്താദെ. എങ്ങനെ പരിഗണിക്കാൻ? നിന്റെ സ്വഭാവമല്ലേ. നീ ഒന്ന് സ്നേഹിക്ക്. നീ നിന്റെ ഭാര്യയോടൊന്ന് സ്നേഹം കാണിക്കാൻ തയ്യാറാകുക. ഓടി നടന്ന് പെണ്ണ് കിട്ടുന്ന ചങ്ങാതിമാര് 1, 2, 3 കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്നു. ഇവിടെ പെണ്ണൊക്കെ കിട്ടുന്നൊക്കെ 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. 4 വരെ വിവാഹമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 4 വരെ വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആരും അറിയാതെ, മഹലും വീടും അറിയാതെ എവിടെയെങ്കിലും പോയി ഒന്നിനെ കെട്ടിയിട്ട് വാടക വിട്ടും കൊടുത്ത് അവിടെ ഇട്ടേക്ക് വാ, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോകും. അതല്ല. വേണ്ടതൊക്കെ കൊടുക്കുകയും രണ്ടുപേരെയും ഒന്നുപോലെ തന്നെ കാണാൻ കഴിയണം. രണ്ടുപേർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് നല്ലത് പറയണമടോ. നമ്മളെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ. മരിച്ചു എത്ര കൊല്ലം കഴിഞ്ഞാലും നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയട്ടെ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന സഹോദരാ, നിനക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണോ. നിന്റെ ഭാര്യ അല്ലാഹുവോട് പറയണം, പടച്ചവര് എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു തമ്പുരാന്, നിന്നെ ഭയന്ന് ജീവിച്ച മനുഷ്യനായിരുന്നു പടച്ചവര് എന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ, നിനക്ക് സ്വർഗമുണ്ട് സഹോദരാ. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയട്ടെ, മോളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിനക്ക് നാളെ സ്വർഗത്തിൽ പോകണോ? പടച്ചവരെ, ആരാണ് നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവരെ, അതാ നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ, വലിയ യാത്രയാണല്ലോ പടച്ചവനെ, പല ആവശ്യങ്ങളും ഉണ്ടാകുമല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ പടച്ചവനെ. അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും അവിടെ നിൽക്കുകയാണ്. അതാ യാത്രമധ്യയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ, ആയിഷ നീ പോയിട്ട് വാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ
അവിടുന്ന് തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പോവുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുഴുവനും നിൽക്കുമ്പോ ആയിഷ ബീബി മടങ്ങി വന്നു. തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. തന്റെ ഒട്ടക കട്ടിലിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീബി തിരിച്ചു വന്ന് കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീബി കയറിക്കഴിഞ്ഞപ്പോ നബി തങ്ങൾ മറ്റുള്ള സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് നോക്കുകയാ. നബി തങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല, ഒരാളോടും പറയാൻ ആരെയും കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിച്ചു, അല്ലാഹ് ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാൻ പടച്ചവര്. അങ്ങനെ ആയിഷ ബീബി ആരോടും പറയാതെ മാല തിരഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ആയിഷ പോകുന്നത് ഒരാളും കണ്ടില്ലടോ. ആയിഷ മാല തിരഞ്ഞു പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറിയതാണല്ലോ, കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ടോ എന്നൊരാളും തിരക്കിയില്ല. നബിതങ്ങളും സ്വഹാബത്തും അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തിനെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കിടക്കുന്ന മരുഭൂമിയിൽ ഒരു വഴിയോരത്തിരുന്ന ആയിഷ ബീബി കരയുകയാണ്. പടച്ചവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്കാണ് പുറകിൽ വരുന്നത്. കാരണം നിബിധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ, എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സൗബാൻ. അല്ലാഹുവേ, കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല. ആരാരുമില്ലാത്ത വഴിയോരത്ത് മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ആരാ ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്താ? സൗബാൻ തങ്ങളെ ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുന്നു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. പടച്ചവരെ, സഫ്വാൻ തങ്ങൾക്ക് ആ ശബ്ദം പരിചയമുണ്ടായിരുന്നു. ആയിഷയാണെന്ന് മനസ്സിലായി. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഇന്നാ ലില്ലാഹ് ഇന്നാ ലില്ലാഹ്. പടച്ചവരെ, ചാടിയിറങ്ങുകയാണ്. ഏ ഉമ്മാ, ഏ ഉമ്മാ, കേറുമ്മാ, ഈ കുതിരയുടെ മുകളിലേക്ക് കേറുമ്മാ, ഈ സഫ്വാൻ നടക്കാമുമ്മാ. ഈ വാഹനത്തിലേക്ക് കുറിച്ച് വ്യഭിചാര ആരോപണം തുടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല. പടച്ചവരെ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയെ കുറിച്ച് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാണ്. കൂടെ പോയവര് പറഞ്ഞത് കാരണം അത് പലരും വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായിടൂ. നബി തങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയെ കുറിച്ച് പടച്ചവരെ എവിടെയും ചർച്ചയാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്നത് നബി തങ്ങൾ കേട്ടു. നബി തങ്ങൾക്ക് സങ്കടമായി. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവനെ
അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറുകയാ. നബി തങ്ങൾ അതാ പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബത്തേ, എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്റെ ആയിഷയെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നാ ഭർത്താവായ എന്റെ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയടോ? എന്റെ ആയിഷയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കയറി പ്രഖ്യാപിക്കുകയാ. നബി തങ്ങൾ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഒരു നാട് മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒറ്റപ്പെടുത്തിയപ്പോ എല്ലാവരും അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. സ്വഹാബത്തേ, എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ, എന്റെ ആയിഷ എനിക്കറിയാ സഹാബ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ സഹാബ. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ആയിഷയുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായ പ്രവർത്തനം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാ. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. എന്റെ ആയിഷയെ പടച്ചവനാണ് സത്യം, എനിക്കിഷ്ടമാ, എനിക്ക് വിശ്വാസമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഴുതുകൾ കാമെന്ന പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, പറയുമോ പെങ്ങള്? നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് നിന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാ. ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും കൈയൊഴിയുന്ന ദിവസം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ആ പരലോകത്ത് നിന്റെ ഭർത്താവ് റബ്ബിനോട് പറയണമല്ലോ, എന്റെ ഭാര്യ നല്ലവളാല്ലോ, ഇവള് നിന്നെ ഭയന്ന് ജീവിച്ചവളാല്ലോ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ സാക്ഷി പറയുമോ പെങ്ങള്? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. പ്രിയപ്പെട്ട സഹോദരി, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. തെളിവ് വരെ എതിരാ. എന്നിട്ട് പോലും എല്ലാരും പറഞ്ഞപ്പോഴും നബിതങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ ആയിഷ നല്ലവളാ, എനിക്ക് വിശ്വാസമാ, അതാണ് വിശ്വാസം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമുക്ക് ആ വിശ്വാസമുണ്ടോ? എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെഡറൽ ബാങ്കിൻ്റെ ലോക്കറിൽ, SBIയുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കുകളാണ് നമ്മുടെ ഫോണിന്. എടാ, കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന ലോക്കറിനില്ലാത്ത ലോക്ക് നിന്റെ ഫോണിന്, അല്ലേ?
ഭാര്യ ഭർത്താവിന്റെ ഫോണ് തൊടാൻ പാടില്ല. ഭർത്താവിന്റെ ഫോൺ ഭാര്യ തൊടാൻ പാടില്ല. തൊട്ടാ പറയും ഓൾക്ക് എപ്പോഴും സംശയം സംശയം സംശയം. സംശയ രോഗിയാവള്. പേടിയടോ. പരസ്പരം വിശ്വാസമില്ല. കക്കൂസി പോകുമ്പോഴും ഇതും ചുമന്നോണ്ടാ പോണേ. കാരണം വെളി വെക്കാൻ പേടി. കാരണം അത്രയ്ക്കും നല്ല വിശ്വാസവും സ്വഭാവമോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചിരിക്കണ്ട, പുറത്ത് വെച്ചാൽ അറിയാം. നമ്മുടെ പുറത്ത് ആരെങ്കിലും മെസ്സേജ് എഴുതിയ ബഹളം, എന്തൊക്കെ ബഹളം. കൂടെ കടന്നവളെ വിശ്വാസം ഉണ്ടാകണം. പെങ്ങളെ, കൂടെ കടക്കുന്നവന് വിശ്വാസം ഉണ്ടാകണം. അള്ളാഹു വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ വലിയ ഭാരം പോലെയാടോ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ജീവിതം. ഇന്ന് കുടുംബ വഴക്കുകൾ വല്ലാതെ വർദ്ധിക്കുന്നു. കാരണമൊന്നും വേണ്ട. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരെ എന്നെ വിളിച്ചിട്ട് കരയുക, ഉസ്താദെ എൻ്റെ ഭാര്യ പള്ളിയിൽ നിന്ന് പേപ്പർ വന്നു ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താടാ? എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട എന്ന്. എന്ത് പറ്റിയിട്ടാ ചെറുപ്പക്കാരാ? അവൾ സങ്കടത്തിൽ ഇരുന്നപ്പോൾ ഞാൻ അവളെ സമാധാനിപ്പിച്ചില്ല എന്ന്, അതുകൊണ്ട് അവൾക്ക് വേണ്ടാന്ന്. കൊള്ളാം, നല്ലത്. കാരണങ്ങൾ നോക്കണം, കാരണങ്ങൾ നോക്കണം. ഇന്നത്തെ കാരണങ്ങൾ എങ്ങനെയാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സുഹൃത്തുണ്ട്, എന്നോട് പറഞ്ഞു ഉസ്താദ് അനിയൻ്റെ കല്യാണം ഉസ്താദ് വരണം, ഉസ്താദ് എന്നെ നിക്കാഹ് നടത്തണം, വരാന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. അവൻ അവസാനം ഞാൻ കണ്ടപ്പോൾ ജാമ്യം എടുക്കാൻ വേണ്ടി അടുത്ത് പോയിട്ട് പറഞ്ഞോടാ എനിക്ക് സുഖമില്ലായിരുന്നു, വരാൻ പറ്റിയില്ലടാ, അള്ളാഹു ബർക്കത്തൊക്കെ ചെയ്യട്ടേടാ. എന്തേടാ പെണ്ണുമ്പിള്ള എന്തേ? അവള് പോയി ഉസ്താദെ, അവള് പോയി. എന്തേടാ? അവള് പോയി. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ കാരണങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന്റെ വിലയും അതിന്റെ മഹത്വം ഒന്നും നമുക്കറിയണില്ല. എന്തോ നമ്മൾ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ചോദിക്കും ഹബീബെ ഭാര്യ എങ്ങനെയുണ്ട്, ജീവിതം എങ്ങനെയുണ്ട്? എന്താ പറയാനാ, എങ്ങനെ പോണെന്ന് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ചുമട് ഇവൻ ചുമന്നുകൊണ്ട് നടക്കണ പോലെ. പെട്ടുപോയി, ഇനി അങ്ങ് അനുഭവിച്ചു തീർക്കാം എന്ന് പറയണ പോലെ. എന്തോ വലിയ ത്യാഗം പോലെ. ഏത് മനുഷ്യനും ചോദിക്കുമ്പോൾ പറയും എന്തോ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ. ഏത് ഉരണത്തിൽ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ വഹിക്കുന്ന പോലെ പറയാ, ഇങ്ങനെ പോണ്. പെണ്ണിനോട് ചോദിക്കും ഇക്ക അങ്ങനെ ഉണ്ട്. അന്നും പറയണ്ടേ, ഭാര്യ പറയാതിരിക്കല നല്ലത്. അവസ്ഥ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ സഹോ? നിങ്ങൾക്കറിയോ അതിന്റെ വില എന്താണെന്ന്? കുടുംബജീവിതത്തിന്റെ വില അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇന്ന് ലോകത്ത് ജനങ്ങൾ സമാധാനമില്ലാതെ നെട്ടോട്ട് ഓടുന്ന കാലവാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം അവർക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? വിവാഹം കഴിച്ചാൽ മതി. വിവാഹം കഴിക്കുന്നവന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? ഉണ്ടോ? എന്റെ പൊന്ന് സിറാജെ, അതൊന്ന് ഓർമ്മിപ്പിക്കാതെ റബ്ബേ. ഇല്ലേ താത്ത, നീ എങ്ങനെ നടന്നവളാ? ആടിച്ചു പൊളിച്ച് നടന്ന് നിന്നെ ഈ ചങ്ങാതിയുടെ കൂടെ കൂടി സിറാജെ അന്ന് പോലെ പോയടാ, സമാധാനമൊക്കെ പോയി. പെട്ടതുപോലെ നമ്മുടെ അവസ്ഥ. കാരണം എന്തെന്നറിയോ? നമുക്കതിന്റെ വില അറിയുന്നില്ലടോ, അതിന്റെ മഹത്വം അറിയുന്നില്ല. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സുഖമുള്ള ഒന്ന് ഈ ദുനിയാവിലില്ലടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഈ ഇരിക്കണ എന്റെയും നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം? ഈ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്നത്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ഒന്നുമില്ല. 33 വയസ്സാണ് എല്ലാത്തിനും. അവിടെ കിളവന്മാരൊന്നുമില്ല, പ്രായമുള്ളതൊന്നുമില്ല, ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരൊന്നുമില്ല. അവിടുത്തെ എല്ലാവർക്കും 33 വയസ്സ്. ആണിനും പെണ്ണിനും 33 വയസ്സ്. കറുത്തവരോ ഇരുനിറമുള്ളവരോ ഒന്നുമില്ല. അവിടെ എല്ലാവർക്കും യൂസുഫ് നബിയുടെ ഗ്ലാമറാ. എല്ലാവരും സൗന്ദര്യവാന്മാരാ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണോ? വേണ്ട. കിളക്കേണ്ട, പുട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടും ഇല്ല ചങ്ങാതി. പെങ്ങളെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് തിന്നണോന്ന് തോന്നിയ ആ ആഹാരം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും. അവിടെ രാവിലെ കഷ്ടപ്പാട്, രോഗമോ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിയൊന്നും ചെയ്യേണ്ട. നീ എഴുന്നേറ്റ് വീട് തൂക്കണം, വസ്ത്രം കഴുകണം, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, ഒന്നും വേണ്ട. നിനക്കവിടെ സേവകന്മാരുണ്ട്, നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരമുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ,
അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാ സ്വർഗം അല്ലാഹ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹം. ഇതാണ് അല്ലാഹ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ സ്വർഗത്തിലേക്ക് അല്ലാഹു ആദം നബിയെ പടച്ചു കയറ്റി വിട്ടു. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കാം. അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്താ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റി നിനക്ക്? ഇത്രയെല്ലാം ഞാൻ തന്നിട്ട് ഒരു സന്തോഷമില്ലാത്ത എന്താ? ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞു, അത്ര പടച്ചോനെ, എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. ഇതാടോ ജീവിതം. ഇവിടെ സ്വർഗം തീപ്പോടെ നടന്ന ആദം നബിക്ക് അത് കിട്ടിയിട്ട് മതിയായില്ല. അള്ളാഹു ഒരു ഇണയെ കൊടുത്തപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. ഇതാ ജീവിതം എന്ന് പറഞ്ഞ സ്വർഗവാ. ജീവിതം എന്ന് പറഞ്ഞാൽ നിനക്കറിയാഞ്ഞിട്ടാ. നീ ഹജറുൽ അസ്വദ് മുത്തണ്ടേ പാപം പൊറുക്കണമെങ്കിൽ? ഹജറുൽ അസ്വദ് മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് മുക്കുന്നവന്റെ പാപം പൊറുക്കൂലേ? നീ ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. വയല് കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആരും കാണാനില്ല. ആ സമയത്ത് സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി പാപം പൊറുക്കാൻ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ ആ പിടിക്കുന്ന സമയം അത്രയും നിന്റെ പാപം അല്ലാഹു പുറത്തു തരും. ഇതുപോലെ വേറൊരു അമല് നീ പറഞ്ഞതാ? ഇതുപോലെ വേറൊന്ന് പറഞ്ഞതാ? ഇതാണ് ജീവിതം. ഭർത്താവും ഭാര്യയും. പെണ്ണെ ചിരിക്കണം, ഭർത്താവിന്റെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിന്ന് സ്വീകരിക്കുന്നവളാകണം പെണ്ണ്. കഷ്ടപ്പെട്ട് ശരീരം ക്ഷീണിച്ച് വിയർത്തൊലിച്ചു വരുന്ന ഭർത്താവ് എന്ത് സങ്കടത്തോടാ വരണേ? ആ സമയത്ത് ചുമലിൽ കിടക്കുന്ന തലയിലിട്ടിരിക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് ഇക്കാടെ മുഖത്തിങ്ങനെ തുടച്ചിട്ട്, പോട്ടെ ഇക്ക, എല്ലാം ശരിയാകും, അൽഹംദുലില്ലാ, മക്കൾക്ക് വേണ്ടിയല്ലേ. ഒരു വാക്കുമതി സഹോദരി, നിന്റെ ഒരു പുഞ്ചിരി മതി ആ മനുഷ്യന്റെ സങ്കടം മാറ്റാൻ. അള്ളാഹു ജീവിതം അങ്ങനെയാക്കി തരുമാറാകട്ടെ. സീരിയൽ സിനിമയൊന്നും അല്ലല്ലോ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാര്, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ എത്ര ഭർത്താക്കന്മാരുണ്ട്? അല്ലാഹു അലം. എടാ, വയത് കഴിഞ്ഞ് പോകുമ്പോ കൂട്ടുകാരന്റെ പെണ്ണുമ്പിള്ളയെ തലയിൽ ഒരു പെണ്ണ് എണ്ണ തേച്ചു കൊടുത്ത അള്ള കൊടുക്കുന്ന പൊതുവിൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോഴും കണ്ട തേച്ചതാ, പിന്നെ ഇതുവരെ തേച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഹണിമൂണം കണ്ട പോയപ്പോഴാ എന്തൊരു സ്നേഹമായിരുന്നു. എണ്ണ തേച്ചു, താടി ജീവി, മുടി ജീവി. ഇനി ആ കഷണ്ടിയിൽ തേക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഓനൊന്നും കൂടെ കെട്ടാൻ നടക്കാം ഉസ്താദേ, അല്ലേ? അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കടോ, സ്നേഹിക്ക്. ജീവിതം അല്പമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്ക്. സ്നേഹിച്ചാൽ മറക്കൂല. ഭർത്താവ് പറയാ, പടച്ചവനെ, ഭാര്യ പറയുന്നു, ഉസ്താദ് എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക. എന്തൊരു ജീവനാ എൻ്റെ ഇക്കാക്ക്. ഭാര്യ പറയുന്നു, എൻ്റെ ഇക്കാക്ക് വലിയ ജീവനാ. ഭർത്താവ് പറയുന്നു, അയ്യോ, എന്നെ നീ ഇല്ലാതെ പറ്റത്തില്ലടി, എന്താ ഒരു ദിവസം പോലും നിന്നെ കാണാതെ. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് കരുത് പെങ്ങളെ, നീ മരിച്ചെന്ന് കരുത്. സഹോദരി, നീ മരിച്ചുപോയെന്ന് കരുത്. നീ മരിച്ചു, നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. 3, 7, 11 ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു. കുറേ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, അളിയ, ചെറിയ പ്രായമല്ലേ ആയുള്ളൂ, മക്കളൊക്കെ ഉണ്ടല്ലോ, അല്ലേ, ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു വിവാഹം കഴിക്കണ്ടേ? വിവാഹം കഴിക്കണ്ടേ? നിന്റെ ഇക്കാടെ മറുപടി എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞു തരാം. ആണുങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട്, എല്ലാരെയും എങ്ങനെ പറയൂല. ചില ആണുങ്ങൾ പറയുന്നൊരു മറുപടി, അളിയ 40 കഴിയട്ടടാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയും. അല്ലാഹു നമുക്ക് മന്ദരമാറാകട്ടെ. 40 കഴിയുന്നതിന് മുമ്പ് കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? സഹോദരൻ, നീ മരിച്ചുപോയി. 4 മാസവും 10 ദിവസവും നിന്റെ ഭാര്യ ഇരിക്കണം. അതുമല്ല ഉമ്മാമ്മമാരിരുന്നാലിരുന്നു. നിങ്ങൾ ഒരൊക്കെ തട്ടിയും മുട്ടി ഇങ്ങനെ 40 വരെ ഇരിക്കും. എന്നിട്ട് പിന്നെ പതുക്കെ പുറത്തോട്ടിറങ്ങും. ഇന്ന് ഇദ്ദയൊന്നും ഇല്ലടോ. അത്രയൊക്കെ ഉള്ളു ജീവിതം. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് മരിച്ചാലും മറക്കൂല. അത് മരിച്ചാലും മറക്കൂല. അത് വല്ലാത്ത ഒരു സ്നേഹമാ. അങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പഠിപ്പിച്ചു, സ്നേഹിച്ചു നോക്കിക്കേ, മരിച്ചാലും മറക്കൂല. അള്ളാന്റെ റസൂല് ഖദീജ എന്ന് പറഞ്ഞ കരയും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. നബിതങ്ങൾ മരിക്കണ കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾ കരയും. ആരെങ്കിലും ഇത്തിരി നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അപ്പൊ ഖദീജയുടെ ഫ്രണ്ടിന് വീട്ടിൽ കൊടുത്തു വിടും.
മറ്റുള്ള ഭാര്യമാരോട് നബിതങ്ങൾ എപ്പോഴും പറയും, നീ ഒന്നും എന്റെ ഖദീജയെ പോലെയല്ലെന്ന്. അതാ സ്നേഹം, മരിച്ചാലും മറക്കൂല. സ്നേഹം കൊടുത്തു നോക്ക്, അത് മരിച്ചാലും മറക്കാത്ത സ്നേഹമാ. അള്ളാഹു നമ്മുടെ സ്നേഹം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? ഇരിക്കുമെങ്കിൽ ഒരു ചരിത്രം പറയാം, എന്നിട്ട് വാച്ച് ചെയ്യാം. ഇരിക്കുവോ? പറയണോ നിർത്തണോ? നിങ്ങൾ ഇരുന്ന അരമണിക്കൂറും കൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ നിർത്തും. എന്ത് വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലൊക്കെ പൊക്കണം കേട്ടോ. ഇരുന്ന കുഴപ്പമൊന്നുമില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മന്തി തിന്നിട്ടിരിക്കുന്നവന് വല്ലതും കൊടുത്തിട്ട് കാര്യമുണ്ടോ? വിശക്കുന്നവനാ. നമ്മൾ പണ്ടുള്ള ഇപ്പൊ ആൾക്കാർ പറയുന്നത്, ആവശ്യമുള്ളവനാണ് അറിവ് കൊടുക്കേണ്ടത്, വേണ്ടവൻ ഇൽമ തേടി വരുന്നവന് കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് വഅദ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും ഇങ്ങനെ ഗാനമേളയും പാട്ടും ആഘോഷങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോക്കിയ കാമുകനും കാമുകയും കൂടെ പോയിരിക്കും, ഒരു ജ്യൂസ് വാങ്ങും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങും, രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൂടി. ഇത് പഠിപ്പിച്ച ആരാന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ കുറച്ച് പാലോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തു ഒരാൾ സഹാബി. ആരെ കൊണ്ടുവന്ന്? നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക്. ഭാര്യയോട് പറഞ്ഞു നീ കുടിക്കാൻ. അതൊക്കെ ചരിത്രം ഉണ്ട് പഠിക്കാൻ. ആദ്യം ആർക്കാ കൊടുക്കണ്ടേ? നമ്മൾ തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിന്നാ മതി. അങ്ങനെ നബിതങ്ങൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കുടിക്ക് ആയിഷ. എന്റെ നബി നിങ്ങൾ കുടിക്ക്. ആയിഷ നീ കുടിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല കുടിച്ചു. നബിതങ്ങൾ മതി നബിയെ. ഇല്ല ആയിഷ, നീ വയറ് നിറച്ച് കുടിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അതിങ്ങനെ കുടിച്ചു. കുടിച്ചിട്ട് നബിതങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ പാത്രത്തിന്റെ ചുറ്റുഭാഗത്ത് കളഞ്ഞുപോയ വസ്തു തിരയുന്നത് പോലെ നബിതങ്ങൾ ഇങ്ങനെ തിരയുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ നോക്കണേ? ഇല്ല ആയിഷ, നീ എവിടെയാണ് ചുണ്ടുവെച്ച് കുടിച്ചത് എന്ന് തിരയുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ എവിടെയാണോ ചുണ്ടുവെച്ച് കുടിച്ചത് ആ നനവ് എവിടാ നോക്കുക. എന്നിട്ട് നബിതങ്ങൾ കണ്ടുപിടിച്ചു. അതേ സ്ഥലത്ത് തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നബിതങ്ങൾ പാല് കുടിച്ചു. ഇതാ ഭാര്യയും ഭർത്താവും. ഈ ആയിഷ ബീവി നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ പറയുന്നുണ്ട്, ആയിഷ ബീവി, എനിക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ? നബിതങ്ങളുടെ തൊണ്ടയുടെ താഴെ അവസാനം പോയത് എന്റെ ഉമ്മനീരാ. ആയിഷ പറയാ, എന്റെ ഭർത്താവായ നബിതങ്ങൾ വഫാത്താകുമ്പോ അവസാനമായിട്ട് നബിതങ്ങളുടെ തൊണ്ടയ്ക്ക് താഴെ പോയത് എന്താ? മിസ്വാക്ക് ചെയ്യാൻ പറ്റും, നബിതങ്ങളുടെ മുമ്പിൽ മിസ്വാക്ക് ചെയ്യണം. ഇങ്ങനെ കൊണ്ടുവന്നപ്പോ നബിതങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. അതിങ്ങനെ പല്ലുകൊണ്ട് ആയിഷ ബീവി ഇങ്ങനെ കടിച്ച് ഇങ്ങനെ അത് പാകമാക്കി ആയിഷയുടെ വായിൽ വെച്ച് എന്നിട്ടാ തേച്ചു കൊടുത്തേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വിവാഹം കഴിക്കുകയാണ്. പ്രേമിച്ച് കെട്ടിയതല്ല, അതുകൂടെ മനസ്സിലാക്കണം. 25 വയസ്സുകാരൻ 40കാരിയെ പ്രേമിച്ച് കെട്ടിയതുമല്ല, നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചതുമല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. ഇവർ രണ്ടുപേരുടെയും കുടുംബജീവിതം 25 വർഷമാ. നബിതങ്ങളും ഖദീജ ബീവിയും 25 വർഷം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സ് പ്രായമായി. ഖദീജ ബീവിക്ക് ആ 65 വയസ്സുകാരിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് ഒരുങ്ങിയിട്ട് ഭർത്താവിനെയും കാത്ത് വീടിന്റെ മുമ്പിൽ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. സലാം പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. നബിതങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. സീരിയലിന്റെ കഥയല്ല, സിനിമാ കഥയല്ല. അള്ളാന്റെ റസൂലിന് 65 വയസ്സുള്ള ഖദീജ ഭക്ഷണം കൊടുത്തു. നബിതങ്ങൾ കഴിച്ചു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ ബീവി നബിതങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവി ഖദീജ ബീവി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ ഇത്തിരി ഭക്ഷണം വാരിത്തരട്ടെ നബിയെ? ആരാന്ന് ചിന്തിക്കണം. 65 വയസ്സുള്ള വൃദ്ധയായ ഖദീജ ബീവി
തന്റെ ഭർത്താവിനോട് ചോദിക്കുകയാ, ഞാൻ ഇത്തിരി ഭക്ഷണം വാരിത്തരട്ടെ നബിയെ? പിന്നെന്താ ഖദീജ, നീ വാരിത്ത. ഖദീജ ബീബി നബി തങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീബി ചോദിച്ചു, എനിക്കിത്തിരി വാരിത്തരുവാ നബിയെ? പിന്നെന്താ ഖദീജ? റസൂലുള്ളാഹി തങ്ങള് ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഇതാ ഭാര്യയും ഭർത്താവും. നിനക്ക് ഓർമ്മയുണ്ടോ ഭാര്യയുടെ കൂടെ ഇരുന്ന് തിന്ന ദിവസം? ഉണ്ടോ? ഉണ്ടോ മങ്ങളെ? നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണ്ട, നീ കൂടെ ഇരുന്നൊരു പാത്രത്തിൽ നിന്ന് വാരി തിന്നതെങ്കിലും ഓർമ്മയുണ്ടോ? ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നബിതങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ഉമ്മ ചോദിച്ചു, നബിയെ, ഞാൻ ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ, ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിടക്ക ഖദീജ. ഖദീജ ബീബിയെ പിടിച്ച് നബിതങ്ങൾ മടിയിൽ തലവെച്ച് കിടക്കാൻ സമ്മതിച്ചു. ഖദീജ ബീബി ഇങ്ങനെ നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, വല്ലാത്ത ചിരി. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്, സുബ്ഹാനല്ലാഹ്. ഖദീജ ബീബി നബിതങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യ, എന്താ നബിയത്? അള്ളാന്റെ റസൂലും വിട്ടുകൊടുത്തില്ല. അവിടെ നിന്ന് ചോദിച്ചു, ഖദീജ എന്താ നീ ആദ്യമായിട്ട് കാണാൻ? 25 കൊല്ലം ആയില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്? ഇതാ ഭാര്യയും ഭർത്താവും. ഇന്ന് എത്ര പേരാ ഭാര്യയുടെ കൂടെ കിടക്കുന്നത്? ഭർത്താവ് പ്രായമായി കഴിഞ്ഞാൽ 2 റൂമിൽ. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് വേറെ റൂമിൽ, ഭാര്യ വേറെ റൂമിൽ, ഒരുമിച്ച് കിടക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ സ്നേഹം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഖദീജ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, അങ്ങയുടെ കൂടെ കൂടിയിട്ട് 25 വർഷമായി നബിയേ. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ പെങ്ങളെ, നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഖദീജയുടെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മുത്തിന്റെ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടച്ചവനെ, ആരാരും ശല്യം ചെയ്യാത്ത ഭാഗത്ത് അല്ലാഹു ഖദീജയ്ക്ക് ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ കൊട്ടാരം കിട്ടാനുള്ള കാരണമെന്നറിയോ? നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. പടച്ചവനെ, 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പും നുബൂവത്ത് കിട്ടിയതിനു ശേഷവും നബിയായതിനു ശേഷവും അതിനു മുമ്പും ഈ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ ബീബി നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ആ 15 വയസ്സ് കൂടുതലുള്ള ഭാര്യ നബി ആയതിനു ശേഷം മാത്രമല്ല, നബി ആകുന്നതിന് മുമ്പ് പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ആ ഭാര്യ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പടച്ചവന് ആ കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നതെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഖദീജ ബീബി അവിടെ നിന്ന് പൊരുത്തം ചോദിക്കുകയാ. അല്ലാഹുവേ, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ് പടച്ചവരെ. അങ്ങനെ ഒരു മരണം കിട്ടുക എന്ന് പറയുന്നത്, പൊരുത്തം ചോദിച്ച് കടം വീട്ടി യാത്ര പറഞ്ഞ് വസിയത്ത് ചെയ്ത് മരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമാണല്ലോ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം തരണേ അല്ലാ.